Oukitel എന്ന ബ്രാൻഡിന്റെ Oukitel Wp30 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ ആണ്. അതുമാത്രമല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഡ്യുവൽ ഡിസ്പ്ലേ, അതുപോലെ തന്നെ വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ്, 24GB റാം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oukitel Wp30 Pro എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ബാറ്ററിയാണ്. 11,000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ 5,000 mAh മുകളിൽ ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് അതിൻ്റെയൊക്കെ ഡബിള്, അതായത് 11,000 mAh ബാറ്ററിയൊക്കെ ഇതിൽ വരുന്നത്. അപ്പം വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല, എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം വളരെ കൂടിയൊരു ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. അപ്പം 11,000 mAh ബാറ്ററി ഉണ്ടെങ്കിലും അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഇത് ചാർജ് ആവുന്നതായിരിക്കും. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ബേസ് വേരിയൻറ്റിൽ തന്നെ 12GB റാം വരുന്നുണ്ട്. അത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 12GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 24GB റാം വരെയൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 512GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേയുടെ പുറമെ ബാക്കിൽ ചെറിയൊരു ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. 1.8 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ഡിസ്പ്ലേ ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. OLED പാനലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാക്കിലുള്ള ഡിസ്പ്ലേ നമുക്ക് ക്യാമറ വ്യൂ ഫൈൻഡറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 108 മെഗാപിക്സലിൻ്റെ ക്യാമറ സെൻസർ വെച്ചിട്ട് സെൽഫി ഫോട്ടോസ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ ബാറ്ററി, മ്യൂസിക്, നോട്ടിഫിക്കേഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ആ ഒരു ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലേ വരുന്നുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കണം. ഫ്രണ്ടിൽ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. ഏകദേശം 41,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫ്രണ്ടിൽ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് വരുന്നത് 430 nits ആണ്. ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേയുടെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൻ്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ഒന്നുമല്ല, ബാക്കി ഫീച്ചേഴ്സൊക്കെയാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 8050 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് പറയുന്നില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് കാര്യങ്ങളൊന്നുമല്ല, റഗഡ് ഫോണ്, അതുപോലെ തന്നെ ബാറ്ററി, പിന്നെ ബിൽഡ് ക്വാളിറ്റി, ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് വരുന്നത്. എന്തായാലും തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ടൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 108 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 20 മെഗാപിക്സലിൻ്റെ സോണിയുടെ ഒരു നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5 മെഗാപിക്സലിലെ മാക്രോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. ഇതും സോണിയുടെ സെൻസറാണ്. അപ്പോൾ തിരക്കുള്ള ത്രോൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ തിക്നെസ് 19.9 mm ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം തിക്കായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ വെയിറ്റും അത്യാവശ്യം കൂടുതൽ വരുന്നുണ്ട്. പിന്നെ റഗഡ് ഫോണാണ്, അതിൽ നമുക്ക് അതേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റും തിക്നെസ്സും കുറച്ച് കൂടുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് AliExpressൽ കൊടുത്തിരിക്കുന്നത് 41,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ്. 41,000 രൂപയുടെ 41,500 രൂപയുടെ ഇടയിലായിട്ടാണ് പ്രൈസിംഗ് കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. അതുപോലെ തന്നെ 24GB റാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേയിൽ AMOLED ഡിസ്പ്ലേ വരുന്നില്ല.
അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ് എന്നീ കാര്യങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഒരു 5G ഫോൺ കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. എന്തായാലും Oukitel W30 Pro എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.